അപ്പോൾ ഗൈസ് നമ്മൾ ഇടുക്കിയിൽ നിന്ന് ഇറങ്ങി മെവിനെ കോഴിക്കോടിന് കയറ്റി വിട്ടു. ഞാനും ബിനോയും ട്രിവാൻഡ്രത്തിന് വന്നു. ട്രിവാൻഡ്രത്തി. അപ്പോൾ ഞങ്ങൾ ബിനോയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ട്രിവാൻഡ്രത്ത് ബിനോയുടെ വീട്ടിലാണ്. അപ്പോൾ ഒരു ദിവസം ഇവിടെ ഉണ്ടാകും, എന്നിട്ട് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകും. ഇന്ന് ബിനോയുടെയും ആൻറ്റിയുടെയും ബിനോയുടെ അമ്മയുടെ ഒക്കെ കൂടെയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെയാണ് ഇന്ന്. ഹായ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ പുറത്താണ്. ബിനോയുടെ കൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കുക. ബിനോയ് ഈസ് ഡ്രൈവിംഗ്. ബിനോയ് പൊളി. ലുലുമോളിലെത്തി. ഒന്നും പറയാണ്ട് ചിരിച്ചു നിൽക്കുക. എങ്ങനെയായാലും ഒരു വ്ളോഗൊക്കെ നമ്മൾ സക്സസ്ഫുൾ ആക്കുക. കൂട്ടുകാരൊന്നും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എങ്ങനെ സക്സസ്ഫുൾ ആക്കും അല്ലേ? അതെ, ലുലുമോളിലാണ്. വെറുതെ നടന്നു കളിക്കുക. മോൾസിലൊക്കെ എപ്പോഴും പോകാറുള്ളതുകൊണ്ടേ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. അപ്പം എന്തായാലും നോക്കിയും കണ്ട് നടക്കുക. ബിനോയ് ഭയങ്കര വെയിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക. കുറേ ഗേൾസൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ മുന്നിൽ സ്റ്റൈലാക്കാൻ വേണ്ടി ബിനോയ് ഇങ്ങനെ ബസ്സിലൊക്കെ കയറ്റി പിടിച്ച് ഇങ്ങനെ നടക്കുക. വയ്യാന്നൊക്കെ വെറുതെ കാരണം ഇങ്ങനെയൊക്കെ നടന്ന് ഇങ്ങനെ സൈഡിലേക്കൊക്കെ നോക്കി ഗേൾസൊക്കെ നോക്കുന്നുണ്ടോ നോക്കി നടക്കാം. പിന്നെ ഉണ്ട് ഇവിടെ ഫുൾ ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ച് കാണിച്ചു തരാം. ബിനോയെ എടുത്ത് കഴിക്ക്. വേണ്ടേ? ഡയറ്റാ? അപ്പോൾ 2 ബർഗർ എനിക്കാ. ഓക്കെ ആയിക്കോട്ടെ. ഞങ്ങളിപ്പോൾ ലിറ്റിൽ തിങ്സ് എന്ന് പറഞ്ഞ ഷെയ്ൻ നിഗത്തിൻ്റെ സിനിമ കാണാൻ പോവുകയാണ്. ഇവിടെ PVRലാണ്, മോളുടെ ഉള്ളിൽ തന്നെയുള്ള PVRലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കാണട്ടെ. നല്ലൊരു സിനിമയായിരുന്നു കേട്ടോ അത്. കുഴപ്പമില്ലായിരുന്നു, നല്ല എൻ്റർടൈനിങ് ആയിരുന്നു, നല്ല തമാശയായിരുന്നു, അടിപൊളിയായിരുന്നു, കൊള്ളാം. അപ്പോൾ ഇന്ന് 13-ാം തീയതി വ്യാഴാഴ്ച രാവിലെ ബിനോയുടെ അടുത്ത് തന്നെയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ബിനോയുടെ അടുത്ത് പോകും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെറൈറ്റി സാധനമാണ്. മുട്ട ഇട്ട അപ്പം അല്ലേ? മുട്ടപ്പമാണ്. ഇത് കണ്ടു. ഞാൻ അത് കാണിച്ചു തരാം. ഒറ്റ ഇത് കണ്ടു. അപ്പത്തിൻ്റെ ഉള്ളിൽ മുട്ടപ്പം അല്ല ബിനോയ്. നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാം. സുഖമാണോ? ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് സിക്കിമില്. നിങ്ങൾക്ക് എല്ലാവരും സുഖമാണോ? അപ്പോൾ ശരി. പിടിച്ചോ. അമ്മയും ട്രിവാൻഡ്രത്തി അല്ലേ? നോക്കി Happy birthday to you. Happy birthday, dear Odette. Happy birthday to you. May the good God bless you. May the good God bless you. May the good God bless and keep you. Happy birthday to you. അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്തെ ലാസ്റ്റ് ദിവസമാണ്. ഇവിടെ വന്നിട്ട് അധികം ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അന്ന് ആ മോളിൽ പോയി സിനിമ കണ്ടു. പിന്നെ കഴിഞ്ഞ ദിവസം ഒന്ന് പുറത്ത് കഴിക്കാൻ പോയി. അല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടൊന്നുമില്ല. ഇന്ന് റിട്ടേൺ പോകും കോഴിക്കോടിൻ്റെ രാത്രി മലബാർ എക്സ്പ്രസ്സിന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ തിരുവനന്തപുരത്ത്
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരെ പോകുകയാണ്, തിരിച്ചു പോകുകയാണ്. ഒരാഴ്ചത്തോടെ യാത്ര തീരുന്നു അല്ലേ? അതെ, മലബാർ എക്സ്പ്രസ്സിനാണ് പോകുന്നത് അല്ലേ? ആ അതെ, ഓക്കെ, കാണാം. എന്താ ഇപ്പോൾ നേരത്തെ വന്നിട്ട് പറയുമ്പോൾ മതിലും ചാരി നിൽക്കല്ലേ ഇപ്പോൾ അല്ലേ? നേരത്തെ വന്ന് മതിലും ചാരി നിൽക്കുന്ന അമ്മ കണ്ടില്ലേ ഗൈസ്? ഇവിടെ വന്നിട്ട് കുറച്ച് നേരം ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വന്നത്. ഇപ്പോൾ നിൽക്കുന്നുണ്ടോ മതിലും ചാരി നിൽക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഇപ്പോൾ ദാ നമ്മൾ പ്ലാറ്റ്ഫോം 3ലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ട്രെയിൻ എന്തായാലും വന്നിട്ടുണ്ട്, ഇനി കയറണം. ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബോഗിയിലാണ്. അമ്മയ്ക്ക് തേർഡ് ടയറിലാണ്. എന്താ, അമ്മയ്ക്ക് തേർഡ് ടയറിലാണ്, എനിക്ക് സെക്കൻഡ് ടയറിലാണ്. വില്ലൊക്കെ എടുക്കാം. അമ്മ കയറിയിട്ടുണ്ട്, ഇനി ഞാൻ പോകണം. അപ്പോൾ ഞാൻ എൻ്റെ ബോഗിയിൽ കയറിയിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, എൻ്റെ സെക്കൻഡ് ടയർ AC ആണ്. അപ്പോൾ അതിനകത്ത് സുഖം. അമ്മ തേർഡ് ടയറിലാണ്. അപ്പോൾ അമ്മ അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ഇങ്ങോട്ട് നേരെ വന്നു. ഇനി എൻ്റെ ബേർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ സുഖമായി. അപ്പോൾ ശരി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഒരു പുതപ്പ് കിട്ടുന്നുണ്ട്, ഒരു പില്ലോ കിട്ടുന്നുണ്ട്. പില്ലോ എനിക്ക് തോന്നുന്നില്ല മറ്റേതിൽ കിട്ടും. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല, AC സ്ലീപ്പർ ഇതുവരെ കയറിയിട്ടില്ല ട്രെയിനിൽ. പിന്നെ സെക്കൻഡ് AC ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ നല്ലതാണ്. സെറ്റപ്പ് ഇതാ. ഒരു ചേട്ടനെ ഇപ്പോൾ വന്നിട്ട് ബെഡ്ഷീറ്റ് ഒറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ട് ചേട്ടൻ കൊണ്ടുപോയി. ഞാനിപ്പോൾ പുറത്ത് വന്ന് നിൽക്കുക, എന്താ പറയുക, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുക. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു അങ്കിളും ആൻറ്റി വന്നിരുന്നു. അവരെനിക്ക് ഫുഡ് തന്നു, നല്ല ചോറും മീൻ കറിയും സാധനങ്ങളൊക്കെ തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് വയറ് ഫുള്ളായി. ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിറങ്ങിയതാണ്, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ചാച്ചിയുടെ അടുത്ത് നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. പക്ഷെ പിന്നെ പെട്ടെന്ന് വിശക്കുകയെ അതുണ്ട്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് തുടങ്ങിയപ്പോൾ നോക്കുമ്പോൾ അവരിരുന്ന് കഴിക്കുന്നു. അപ്പോൾ അവരുണ്ട്, എനിക്കും തന്നു ഭക്ഷണം. അപ്പോൾ ഞാനും കഴിച്ചു. അടിപൊളിയായിരുന്നു. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് ഇറങ്ങാൻ സമയമായി. ഫറോക്ക് കഴിഞ്ഞു, കോഴിക്കോട് ആവാറായി. അതുകൊണ്ട് ഞാൻ അമ്മയുടെ കോച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ കോഴിക്കോട് എത്തി. നമ്മൾ ക്യാമറയിലേക്കൊക്കെ നോക്കി ഒന്നും പറയുകയും വേണ്ട, വെറുതെ നോക്കിയാൽ മാത്രം മതി. തിരികെ എത്തി ഗൈസ്. അപ്പതാ വന്നു, കൂട്ടാൻ വന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. നല്ല ടയറിങ് ആയിരുന്നു ഈ ഒരു 1 വീക്ക് ജേണി. ബസ്സുകളിൽ കയറി ഇറങ്ങി പിന്നെ അവസാനം ട്രെയിൻ വല്ല കുഴപ്പമില്ലായിരുന്നു. ബസ്സുകൾ കയറി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. നല്ല യാത്രയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. നൈസായിരുന്നു. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അടിച്ചു കയറി വാ.